തകർന്നു വീഴാനായ കൊണ്ടോട്ടി നെടിയുരുപ്പ് GLP സ്കൂൾ കെട്ടിടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്തയിൽ ഇടപെട്ട് കൊണ്ടോട്ടി MLA TB ഇബ്രാഹിം. സ്കൂളിന്റെ ഭൂമിയുടെ രജിസ്ട്രേഷന് തടസ്സം നിൽക്കുന്നത് നഗരസഭാ സെക്രട്ടറിയാണെന്ന് MLA പറഞ്ഞു. വിഷയത്തിൽ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നഗരസഭ വകയിരുത്തിയ ഫണ്ട് നഷ്ടപ്പെടരുതെന്നും MLA പറഞ്ഞു. കെട്ടിടം അനുവദിക്കുന്നതിൽ അനുകൂല തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. സോണൽ കൃഷ്ണയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, പരിഹാരം എങ്ങനെയാണ്? പ്രധാനമായി നമ്മളാണ് ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളോളം 111 വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ കെട്ടിടമാണ്. ഇത്രയും കാലമായി അത് വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായി നമുക്ക് നോക്കിക്കാണേണ്ടത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് നിമിഷവും ആ കെട്ടിടം തകർന്നു വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്. അധ്യാപകർ ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് പേടിയാണ് തങ്ങൾക്ക് കുട്ടികളെ ആ കെട്ടിടത്തിനുള്ളിലിരുന്ന് പഠിപ്പിക്കാൻ എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം, ആ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം വാങ്ങുന്നതിനായി ഏകദേശം 95 ലക്ഷം രൂപ ചെലവ് വരും. അതിന്റെ ഭാഗമായി ഏകദേശം 72 ലക്ഷം രൂപ ആ പരിസര പ്രദേശത്തുള്ളവരും കുട്ടികളുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ പിരിക്കുന്ന സാഹചര്യമുണ്ടായി. 25 ലക്ഷം രൂപ കൊണ്ടോട്ടി നഗരസഭയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വകയിരുത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വകയിരുത്തിയ തുക ഇവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി സെക്രട്ടറി ഇപ്പോൾ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അതായത് നഗരസഭാ സെക്രട്ടറി ഈ തുക ഇവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പോസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടസ്സം നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം MLAയും സ്ഥിരീകരിക്കുന്നുണ്ട്. പലതവണ MLA ഉൾപ്പെടെ ഈ നഗരസഭാ സെക്രട്ടറിയുമായി സംസാരിച്ചതാണ്. അപ്പോഴൊക്കെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഈ ഫണ്ട് അനുവദിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് അനുവദിച്ച് മാർച്ച് 31 അല്ലെങ്കിൽ 31 മുന്നേ ഈ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ ഇവർക്ക് മറ്റു കാര്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വാർത്ത കണ്ടതിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾക്ക് സ്കൂൾ കെട്ടിടം പണിയാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അടുത്ത അധ്യയന വർഷത്തിൽ തയ്യാറാക്കി നൽകാം, അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് ഈ നഗരസഭാ സെക്രട്ടറിയാണെന്ന് MLA കൂടി ആരോപിക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം, ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ കത്ത് നൽകിയിട്ടുണ്ട് MLA എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഏത് വകുപ്പാണോ ഇതിന് എതിര് നിൽക്കുന്നത് അവരെ കൃത്യമായി കണ്ട പ്രശ്നം പരിഹരിച്ച് ഈ മാസത്തിനുള്ളിൽ തന്നെ ആ വക ഇരുത്തിയ തുക കൃത്യമായി സ്കൂളിന് ലഭ്യമാക്കാൻ വേണ്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അതിന് കൃത്യമായി ഇടപെടൽ നടത്തുമെന്നാണ് MLA പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ സ്കൂളിനെ സംബന്ധിച്ച്, ആ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ച് ഏറെ വർഷത്തെ ഒരു സ്വപ്നമാണ് നല്ലൊരു കെട്ടിടത്തിൽ ഹൈടെക് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് സ്കൂളിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് അതിന് മുടക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നഗരസഭാ സെക്രട്ടറി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വകയിരുത്തിയ ഫണ്ട് അവർക്ക് നൽകണം. അതിന്മേലാണ് ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടക്കേണ്ടത്. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടന്നാൽ ഉടനെ തന്നെ ആ കെട്ടിടം പണിയാനുള്ള തുക അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മറ്റും ശരിയാക്കി നൽകാമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുള്ളത്. ശ്രുതി, വ്യക്തമാണ്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.